പതിനായിരങ്ങൾക്ക് ആശ്വാസമേകി ആലപ്പുഴയിൽ നടന്ന മെഡിഫെസ്റ്റിൽ ചിരിമരുന്നുമായി ചലച്ചിത്ര താരം ഇന്നസെന്റ് എത്തി. ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന മെഡിഫെസ്റ്റിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു ചലച്ചിത്ര താരം ഇന്നസെന്റ്. പതിവ് പോലെ ബാല്യകാലാനുഭവങ്ങൾ പങ്കുവച്ചായിരുന്നു ആമുഖ പ്രസംഗത്തിന്റെ തുടക്കം. സ്വതസിദ്ധമായ ശൈലിയിലെ അവതരണം വേദിയിൽ ചിരി പടർത്തി. ചിരിച്ചും ചിന്തിപ്പിച്ചും ഒട്ടേറെ കാര്യങ്ങൾ സദസ്യരുമായി ഇന്നസെന്റ് പങ്കുവച്ചു. ഒടുവിൽ ക്യാൻസർ എന്ന മഹാവിപത്ത് തന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചപ്പോൾ ധൈര്യസമേതം നേരിട്ടത് എങ്ങനെയെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതോടെ അവസാനിച്ചു. സിനിമയിൽ നിന്ന് ഞാൻ പുറത്തു പോകാൻ പോവുകയാണ്, കഴിഞ്ഞു എന്ന് തോന്നി. എനിക്ക് 2 വലിയ സീനുകൾ എടുക്കാനുണ്ട്. ആ സീനിൽ 8 പേജ് ഡയലോഗാണ്. ഇത്രയും വലിയൊരു സംഘർഷത്തിന്റെ ഇടയിൽ ഞാൻ എങ്ങനെ ഈ ഡയലോഗ് പഠിക്കും? പക്ഷേ ഞാൻ പഠിച്ചു. സ്വയം ഒരു ശക്തി ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ ആ ഡയലോഗ് പഠിച്ചു. ആ സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു, ലൈറ്റ് പോണു, വെളിച്ചം പോണു, പെട്ടെന്ന് എടുക്കണം. എന്റെ മനസ്സിലുണ്ട്, എന്റെ വെളിച്ചം വരെ പോകാൻ നോക്കുകയാണ്, അതിലും വലുതാണോ ഈ വെളിച്ചം? അങ്ങനെ ആ സീൻ എടുത്തു. പിറ്റേ ദിവസം കാലത്ത് ഞാൻ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഡോക്ടർ ഗംഗാധരനെ കാണുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് എന്റെ സംഭവം? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ക്യാൻസറാണ്. കാര്യം മനസ്സിലായി. ഇനി ഞാൻ ആ സമയത്ത് നമുക്ക് തോന്നുകയാണ്, പലതും തോന്നും. എൻ്റെ ഭാര്യയെ, പ്രിയപ്പെട്ട അവളെ വിട്ടുപോകണം, എൻ്റെ മകനെ വിട്ടുപോകണം. മകൻ്റെ കുട്ടികൾ അന്ന, ഇന്നസെന്റ് എന്ന് പറയുന്ന 7 വയസ്സായിട്ടുള്ള കുട്ടികൾ, അവർ 10-18 വയസ്സായി. അവർ കുറച്ച് നേരം വൈകി വരുമ്പോൾ എനിക്ക് അവരോട് ചോദിക്കണം, എന്താണ് നേരം വൈകി എന്ന് ചോദിക്കുമ്പോൾ അവർ, അപ്പാപ്പ പഴയ കാലമല്ല, സംസാരിക്കും. അത് കേൾക്കാനുള്ളൊരു കൊതി നമുക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ അവസാനിക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ചു. പക്ഷേ ചികിത്സ തുടങ്ങി. ഞാൻ കേട്ടത് ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി, ഇനിയാണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത്. ഈ സമയത്താണ് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും. നമ്മൾ കീമോ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ കിടക്കുകയാണ്. അപ്പോഴേക്കും വയ്യാതെ എൻ്റെ കവിളുകളൊക്കെ കുഴിഞ്ഞു, എൻ്റെ മുടി മുഴുവനും പോയി, ഞാൻ വളരെ വണ്ണം കുറഞ്ഞു. 90 കിലോ ഉണ്ടായിരുന്ന ഞാൻ 68 കിലോ ആയി. നിങ്ങൾക്കറിയാം, ഏകദേശം 10 രൂപം. ഒരു ചാരികസേരിയിൽ കിടക്കുമ്പോൾ പള്ളിയിൽ പോയി വരുന്ന ഒരു 5-8 ചേട്ടത്തിയാന്മാർ, അവരെല്ലാവരും വന്ന് എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം നോക്കി നിന്നു. കാല് തൊട്ട് തലയിലേക്ക് നോക്കി, തലേന്ന് കാലിലേക്ക് നോക്കി. അതിനുശേഷം അവർ പറഞ്ഞു, ഒരുങ്ങിയിരിക്കുകയാണല്ലേ? ഞാൻ ചോദിച്ചു, എന്താ ചേട്ടത്തിയാരുടെ മോളെനിക്ക് കല്യാണം കഴിച്ച് തരാൻ പോകുന്നു? അതായത് ഞാൻ അങ്ങോട്ട് പോവാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവില്ല എന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ ഇരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ദുഷ്ടനെ പന പോലെ വളർത്തുന്നു കർത്താവ് വിശ്വസിച്ചാ പറഞ്ഞു. അങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണല്ലോ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഈ 10 പേര് കൂടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി വരെ പോകും. ഇതുപോലെ ഒരുപാട് ആളുകൾ. പ്രാർത്ഥനയോടൊപ്പം ചികിത്സയുടെ മാഹാത്മ്യവും അദ്ദേഹം പങ്കുവച്ചു. രോഗം വരുമ്പോൾ അന്ധവിശ്വാസങ്ങൾക്ക് കീഴ്പ്പെടാതെ കൃത്യമായ ചികിത്സ തേടുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ ഇന്നസെന്റ് രോഗം ബാധിക്കുമ്പോൾ ആത്മവിശ്വാസം കൈവിടരുതെന്ന ഉപദേശം നൽകി പ്രസംഗം പര്യവസാനിപ്പിച്ചു. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ 2 ദിവസമായി നടന്നുവന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് ഗോൾഡൻ മെഡിഫെസ്റ്റിൽ സമാപന ദിനത്തിലാണ് ആശ്വാസ താരമായി ഇന്നസെന്റ് എത്തിയത്. സമാപന സമ്മേളന ഭാഗമായി 50 വീൽചെയറുകൾ കൂടാതെ 20 വാട്ടർ ബെഡുകൾ, 50 വാക്കറുകൾ, 20 എയർബെഡുകൾ എന്നിവയുടെ സൗജന്യ വിതരണവും നടന്നു. 2 ദിവസങ്ങളായി സംഘടിപ്പിച്ച ക്യാമ്പിൽ 10,000-കണക്കിന് ജനങ്ങളാണ് ചികിത്സ തേടിയെത്തിയത്. കേന്ദ്ര സഹമന്ത്രി KC വേണുഗോപാൽ, ഡോക്ടർ B പത്മകുമാർ, കൗൺസിലർ AA റസാഖ് തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു.